നമ്മുടെ ദാസനും വിജയനും കൂടി അമേരിക്കയിലേക്ക് കിരീടം അന്വേഷിച്ച് പോയാൽ ഒരു പരിപാടിയാണ് ഇപ്പോൾ SIT നടത്തുന്നത് സംശയിച്ച് പോവുക. കാരണം അന്വേഷണം കടന്ന് വട്ടം ചുഴി കറങ്ങുന്ന പോലെ കടന്ന് കറങ്ങുവാണ്. എങ്ങോട്ട് പോകുന്നു ഒരു ഐഡിയയും ഇല്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തൊണ്ടി എവിടെ തൊണ്ടി? ഇതിപ്പം ഒരു രക്ഷയില്ല. ഒരു തൊണ്ടിയുടെ ഒരു അംശം പോലും കണ്ടു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആരാണ് എന്താണ് ചെയ്തത് ഒരു ഐഡിയയും ഇല്ല. കോടതി തന്നെ ആശയക്കുഴപ്പത്തിലായി. ഈ അന്വേഷണം ഇങ്ങനെ വട്ടം കിടന്ന് കറങ്ങുക, പോകേണ്ടടുത്തോട്ട് പോകുന്നില്ല. മുകളിൽ നിന്ന് ഉന്നത സമ്മർദ്ദത്തിലുള്ള കാറ്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാറ്റ് ചുഴലിയിൽ കിടന്ന് വട്ടം കറങ്ങുന്ന പോലെ ഒരു അവസ്ഥയിലാണ്, ഒരു നാണക്കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ SIT എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കിടന്ന് നമുക്ക് നമുക്ക് ഇപ്പോൾ 2 ആഴ്ച നല്ല ശമ്പളവും കിട്ടും, DN കിട്ടും, DA നല്ല ചാപ്പാട്, നമുക്ക് സൂചിച്ചിങ്ങനെ അങ്ങ് കഴിയാമെന്ന് ശ്രീനിവാസൻ അദ്ദേഹത്തിനുണ്ടല്ലോ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എടാ നമുക്കിതിങ്ങനെ സൂചിച്ചെങ്ങനെ കഴിയാം, നമുക്ക് അന്വേഷിക്കാനൊന്നും പോകണ്ട എന്നൊരു ലാഘവത്തോടാണെന്ന് തോന്നുന്നു ഇത്ര ഗൗരവതരമായിട്ടുള്ള കോടികളുടെ കള്ളപ്പണ ഏർപ്പാട് നടന്നിട്ടുള്ള ഭക്തലക്ഷങ്ങളുടെ മനസ്സ് നൊന്ത ഒരു കേസിൽ ഇങ്ങനെ നിർജീവവും അതുപോലെ തന്നെ ദുർബലവും പാടെ നിഷ്പന്ദവുമായിട്ടുള്ളൊരു രീതിയിൽ ഈ കേസ് പോവുക എന്ന് പറഞ്ഞാൽ ഇത് ഭക്തലക്ഷങ്ങളോട് നമ്മളുടെ ദൈവങ്ങളോടൊക്കെ ചെയ്യുന്ന ഒരു മതനിന്ദ തന്നെയാണെന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് ലാഘവത്തോടുകൂടി ഇതിനെ കാണുന്നത്. സുഖിച്ച് നിങ്ങളങ്ങ് കേസും കൊണ്ട് ഇനി 2-3 ആഴ്ചയും കൂടെ നമുക്ക് അങ്ങ് ഇങ്ങനെയെങ്കിലും അങ്ങ് കഴിഞ്ഞു പോവാം, നമുക്ക് ഇനി ചുമ്മാ ആവശ്യമില്ല, നമ്മുടെ തൊപ്പി തെറിപ്പിക്കുന്ന പരിപാടിക്കൊന്നും പോകണ്ട എന്നുള്ളൊരു ലാഘവമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാജിവെച്ചിട്ട് പോവുക, നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇപ്പം മദ്രാസിലെ മോനും ഒക്കെ ഇൻവോൾവ് ചെയ്തതായിട്ട് പറയുന്നു. മദ്രാസിലൊരു മണിയുണ്ടെന്ന്, ദാവൂദ് മണി. ഇപ്പോൾ ശബരിമലയിലെ മണി മാത്രമല്ല, മറ്റു മണികളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കള്ള കച്ചവടക്കാർ, അതിൽ കള്ള ക്രിയേഷൻസുകാർ, എല്ലാം കള്ളന്മാർ, ആകെപ്പാടെ കള്ളന്മാർ, തിരുട്ടന്മാരുടെ ഒരു സംഘം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന. ഇത് മാത്രമല്ല പക്ഷേ, ഇത് ശബരിമല മാത്രമല്ല, കേരളമാകെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ തന്ത്രിമാരും മന്ത്രിമാരും അതുപോലെ തന്നെ കുതന്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ വമ്പിച്ച തീവട്ടിക്കൊള്ള നടത്തി ഇവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ച് സൗത്ത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കോടികളുടെ മൂല്യത്തിൽ. ഇത് വലിയ തരത്തിലുള്ള ഒരു പാരലലായിട്ടുള്ള, അതായത് സമാന്തരമായിട്ടൊരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ധനമാണത്. ഇതിനെക്കൊണ്ട് ഈ SIT കൊണ്ടൊന്നും എടുത്ത് കളയണം ഇതിനകത്ത് നിന്ന്. അവരെ കൊണ്ട് ഇതിനകത്ത് ഒരു തുമ്പും കണ്ടെത്താൻ കഴിയില്ലെന്നേ. കഴിവ് കെട്ടവർ ചുമ്മാ ഇപ്പം ശരിയാക്കി തരാമെന്ന് അന്ന് നമ്മുടെ പറയുന്നില്ലേ പപ്പു, കുതിരവട്ടം പപ്പു പറയും, ഇപ്പം ശരിയാക്കി തരാം. ശരിയാവാൻ പോകുന്നില്ല. കോടതിയെ പറ്റിക്കുകയാണ്, നാട്ടുകാരെ പറ്റിക്കുകയാണ്, ജനങ്ങളെ പറ്റി. സിനിമയുടെ പേര് വെള്ളാനകളുടെ അതെ, ഇപ്പം ശരിയാക്കി തരാം. എവിടെ എത്ര നാളായിട്ട് നോക്കിയിരിക്കുക. ഈ മണ്ഡലകാലം കഴിഞ്ഞാലും ഇനി മകരവിളക്ക് കഴിഞ്ഞാലും ശരിയാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇത് അവരെ ആരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് VD സതീശൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൻ്റെ നിർദ്ദേശപ്രകാരം 2 ഉന്നതരായ IPS പോലീസ് ഉദ്യോഗസ്ഥന്മാർ SIT അവരുടെ കേസ് അന്വേഷണത്തിൽ ഇടപെടുകയാണ്. അത് നഗ്നമായ അഴിമതിയാണ്, കുറ്റകൃത്യമാണ്. അവരെയും കൂടെ പിടിച്ച് ജയിലിലിടണം. അതാണ് വേണ്ടത്. അദ്ദേഹം VD സതീശൻ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഒരു മറുവശവും സത്യസന്ധമായ വശവുമുണ്ട്. മറുവശം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിപൊട്ടിച്ചിരുന്നു. കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ താനൊട്ടും പിന്നിലാകാൻ പാടില്ല. ഇവർ തമ്മിലുള്ളൊരു രാഷ്ട്രീയ മത്സരം കൂടെ ഉണ്ടല്ലോ കോൺഗ്രസ്സിൽ. താനൊട്ടും പിന്നിലാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്ന സതീശനും വെടിപൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമായ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതായത് പോലീസ് സമ്മർദ്ദം ചെലുത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലിൽ എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. SITനെ നിയമിച്ചിരിക്കുന്ന ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഇതിനിടയിൽ തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ അന്വേഷണം എന്തുകൊണ്ട് മറ്റ് യഥാർത്ഥ പ്രതികളിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങനെ ഹൈക്കോടതി ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ചോദ്യം. അറസ്റ്റ് ചെയ്തില്ലല്ലോ. എന്നിട്ട് ഇത്രയും നാളായിട്ട് കോടതി ധിക്കരിക്കുമല്ലേ SIT? കോടതിയെ ലക്ഷ്യമല്ലേ കാണിക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് സതീശൻ പറയുന്നത് ഈ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പിണറായിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കരുതുന്നു. ഇതിപ്പം മാഷെ തമിഴ്നാട്ടിൽ നടന്ന ദീപ സ്തംഭം, അതിൽ വിളക്ക് തെളിക്കാനുള്ള അവകാശം നിഷേധിച്ചത് പോലെ കോടതി കനിഞ്ഞിട്ടും കോടതി പറഞ്ഞിട്ടും തമിഴ്നാട് സ്റ്റാലിൻ സമ്മതിക്കുന്നില്ല. സ്റ്റാലിൻ ആര്? കോടതിയാണ് ഇതിനകത്ത് ഉത്തരവിടേണ്ടത്. അതല്ലേ കോടതി പറഞ്ഞാൽ പിന്നെ സ്റ്റാലിൻ അതിന് താഴെയുള്ളൂ. ഭരണകൂടത്തിന് അതായത് കോടതിക്ക് ഉത്തരവിടാൻ പറ്റുമ്പോഴും പോലീസ് അവരുടെ കയ്യിലാണ്. ദൈവം കനിഞ്ഞാലും പൂജാരി കനിഞ്ഞില്ലെന്നുള്ള അവസ്ഥയാണത്. കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ. അങ്ങനെ തന്നെയാണ് അവിടെ തമിഴ്നാട്ടിൽ നടന്നത്. ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശം. കോടതിയെ അനുസരിക്കാത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത്
മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൂജാരി മാത്രമാണ്, ദൈവം എന്ന് പറയുന്ന കോടതി തന്നെയാണ്, സംശയമില്ല അതിൽ. പക്ഷേ കേരളത്തിലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സാർ, ഇതിൽ കോൺഗ്രസിന്റെ ബുദ്ധി CPM ഇതുവരെ മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് CPM ഏതായാലും കുഴി കുഴിച്ചിട്ടുണ്ട്. ആ കുഴിയിൽ വീഴാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ആ കുഴിയിലേക്ക്, പടുകുഴിയിലേക്ക് വീഴ്ത്താനുള്ള തന്ത്രം ഇതിന്റെ പിന്നിൽ ഉണ്ട്. അത് CPM മനസ്സിലാക്കാത്തത് എന്താ പറയാ, വിധി വൈപരീത്യം. അയ്യപ്പനോട് കളിച്ചവർക്കെല്ലാം അങ്ങനെയാണല്ലോ. സാറിനോട് ഞാനതിന് സാറിന് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. വരാപ്പുഴ പീഡന കേസ് എന്ന് പറഞ്ഞൊരു കേസ് കേട്ടു. അതിലെ പ്രതികളെ നമ്മളിപ്പോ ഓർക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. ബച്ചൂർ റഹ്മാൻ, ശോഭ ജോൺ. ഇനി ശോഭ ജോണിലേക്ക് വാ. ഇപ്പൊ ശോഭ ജോണിനെ ഓർക്കുന്നുണ്ടോ? ശോഭ ജോൺ തന്ത്രി കേസിൽ ആണ് പ്രശസ്തയായത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട എന്ന രീതിയിൽ പ്രശസ്തയായത്. തന്ത്രി കേസ് വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചു എന്നുള്ള ശ്രദ്ധിച്ചോ? സർ, ശബരിമല വിഷയം കേരളത്തിലെ ഏറ്റവും വൈകാരികമായ മാർക്കറ്റുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയത്തിൽ. ആ വിഷയം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു അനുഭവമുണ്ട് പിണറായി വിജയന്. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാമജപ ഘോഷയാത്രയൊക്കെ നടന്ന ആ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയ ആ സംഭവത്തെ തുടർന്ന് ഗവൺമെന്റിന് ഒരു പ്രതിനിധിയാണ് കനൽ ഒരു തരിയായി അവശേഷിച്ച ഒരു അനുഭവമുണ്ട്. ശബരിമല എഫക്റ്റ് ആയിരുന്നു എന്നുള്ളത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല. ശബരിമല വിഷയങ്ങളുടെ നാൾ വഴി നോക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശ്രീ K കരുണാകരൻ, നിലയ്ക്കൽ കേസ് നമുക്കറിയാവുന്നതാണ്. നിലയ്ക്കൽ കേസിനെ തുടർന്ന് K കരുണാകരന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജ് എത്രമാത്രം ഇടിഞ്ഞു താഴ്ന്നു പോയി. അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ശബരിമല വിഷയത്തിൽ ഏതൊക്കെ സ്ഥലത്തേക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെല്ലാത്തിനും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ BJP ഇപ്പോൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ശബരിമല വിഷയത്തിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും പെരുമാറുന്നുണ്ട്. ഒരു കൂട്ടര് അയ്യപ്പ സംഗമം നടത്തി, മറ്റൊരു കൂട്ടർ അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സംഗമം നടത്താനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സാർ ശ്രദ്ധിച്ചു കാണും. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ മാക്സിമത്തിൽ അത് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഭൂരിപക്ഷത്തിന് വേണ്ടി ഒരു ലെവലിനപ്പുറം മിനിമത്തിൽ ഇലക്ഷന്റെ ബൂസ്റ്റർ ഡോസിനപ്പുറത്തേക്ക് അത് പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ പ്രസ്താവനകൾ മാത്രമായിട്ട് അവരുടെ വാചകമേള ഒതുങ്ങുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും VD സതീശൻ പറയാമായിരുന്നു. അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് കേരളത്തോട് പഠിപ്പിക്കണം. കാരണം ഇവർ കാണിക്കുന്നത് നെറികേടാണ്, കേരളത്തിലെ ജനങ്ങളോടുള്ള നെറികേടാണ്, അവരുടെ കൃത്യവിലോപമാണ്. അവരെ നിയമിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ല ക്ലിഫ് ഹൗസിന് വേണ്ടിയിട്ടല്ല. സാറേ, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശബരിമല വിഷയം കത്തിച്ചു നിർത്തുക അടുത്ത ഇലക്ഷൻ വരെ എന്നുള്ളതായിരിക്കും ഇവരുടെ തന്ത്രം. പക്ഷെ ഇവരുടെ തന്ത്രം അങ്ങനെയാണെങ്കിലും അയ്യപ്പൻ സത്യം പുറത്തു കൊണ്ടുവരും. കാരണം ഇതുവരെ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ എല്ലാം നഗ്നമായ സത്യം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്ന വിഗ്രഹങ്ങൾ പോലും വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ്. ഇങ്ങനെ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയ ഒരു ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ നടന്ന ഇത്രയും കാര്യങ്ങൾ അതേ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് തന്നെ പുറത്തു വന്നുവെങ്കിൽ, അല്ല ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് മുഴുവൻ ഇപ്പം കാരൽ നടത്തുന്നത്, കള്ളു കുടിച്ചിട്ട് കാരൽ നടത്തിയതിന് ആരോ പ്രതിഷേധിച്ചതിന് അതിനെ വലിയൊരു മതവർഗീയ ഇഷ്യൂ ആയിട്ട് മാറ്റിയിട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ എങ്ങനെ BJPയിൽ നടത്തി മാറ്റാമെന്ന് അവരുടെ നോട്ടം. ഇത് നിങ്ങൾ ജെനുവിനായിട്ടുള്ള കേരളത്തിൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. എവിടെയാണ് കരാൾ? മാഷിൻ്റെ നാട്ടിൽ കരാൾ നടത്തുന്നതിന് കുഴപ്പമുണ്ടോ? എൻ്റെ വീട്ടിലെല്ലാം കരാൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ പൈസയും കൊടുക്കാറുണ്ട്, സൗഹാർദ്ദത്തിലാണ്. നിങ്ങളത് തകർക്കാതിരുന്നാൽ മതി. കള്ളു കുടിച്ചിട്ട് ആളുകൾ പോയി കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അതാ ബിഷപ്പ് തന്നെ സമ്മതിച്ചു. ഞങ്ങൾ പറഞ്ഞിട്ട് പോയ കരാളല്ല, ഓരോരുത്തർ വേഷം കെട്ടിക്കൊണ്ട് പോയാൽ അത് നിയന്ത്രിക്കേണ്ടത് പള്ളിയാണ് നിയന്ത്രിക്കേണ്ടത്. കള്ളും കുടിച്ചുകൊണ്ട് കാരലിന് പോയി കഴിഞ്ഞാൽ നിയന്ത്രിക്കേണ്ടത് പള്ളിയാണ്, അല്ല BJPക്കാർ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണ്. പറയണം, പരാതിപ്പെടണം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ഓണത്തിന് പൂക്കളം ഇടരുതെന്ന് പറയുന്നവർ മതപരമായ ആഘോഷം നടത്തുന്നത് തടയരുതെന്ന് കൂടെ പറയുന്ന രീതിയിലേക്ക് അവർ മാറിയത് ഒരുപക്ഷെ ക്രിസ്ത്യൻ വിഭാഗം അവരിൽ നിന്ന് അകന്നു പോകുന്നു, BJPയുടെ അടുക്കുന്നു എന്നുള്ള വിഹ്വലത കൊണ്ടാണ്. പക്ഷെ അതിന് ഇത്തരം ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ എടുത്ത് പറയുകയല്ല വേണ്ടത്. വർഗീയ വിദ്വേഷം ജനിപ്പിക്കുക CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അതിനെ ഒരു വർഗീയ വിഷയമായിട്ട് മാറ്റുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിന് ഇതിനെ വർഗീയമാക്കി മാറ്റിയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ശബരിമല വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, ശബരിമല വിഷയത്തിൽ രണ്ടു കൂട്ടരും ഒരു റോങ് ഗെയിമാണ്
നടത്തുന്നത്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായിട്ട് പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് ദോഷകരമാകും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ പിണറായി ഗവൺമെന്റ് പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, കോടതി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കേസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള ഒരു കാര്യം തന്നെയാണത്. തീർച്ചയായിട്ടും കൊണ്ടുവരാൻ അദ്ദേഹം ഒളിച്ചുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ബോധ്യമുണ്ടെങ്കിൽ ആ പേരുകൾ കൊണ്ടുവരണം. അത് ആരോപണമായിട്ട് തന്നെ ഉന്നയിക്കണം. പേര് വെച്ച് ആരോപണമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള കാരണം, പിരിച്ചുവിടുകയോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം, അതിന് തക്ക സാധുതയേക്കുന്ന കോടതി നടത്തുന്ന ഒരു അന്വേഷണത്തിനകത്ത് ഇടപെടുക എന്ന് പറഞ്ഞാൽ പോലീസിന് എന്താ, മുഖ്യമന്ത്രിക്ക് എന്താ കാര്യം? കോടതി നടത്തുന്ന ഒരു കേസിലാണ്, അതിനകത്ത് കയറി ഇടപെടുക. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് എങ്ങനെയാണ് നീതി കിട്ടുക? ദൈവങ്ങൾക്ക് പോലും നീതി കിട്ടാത്ത അവസ്ഥയല്ലേ വരിക? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.